പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. വണ്ടി ഞങ്ങൾ എടുക്കുക. വാ പൊന്നപ്പൻ ചേട്ടാ, ഇങ്ങോട്ട് വാ. കോണ്ടന്റ് ക്രിയേറ്റർ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുന്ന, ഇപ്പം പുതിയൊരു സിനിമയും പുള്ളിയുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മഹാരാജ ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള അഖിൽ NRയുടെ വൈഫ് ഒളിച്ചോടി പോയി എന്നുള്ളതാണ്. സംഭവം ശരിയാണ്. CCTV ഫുട്ടേജ് വരെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവള് രാത്രി ഇറങ്ങി പോകുന്നതിന്റെ. 1 കൊല്ലം മുമ്പാണ് ഇവരുടെ കല്യാണം നടക്കുന്നത്. അറേഞ്ച്ഡ് മാരേജ് അല്ല, പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. 3 കൊല്ലത്തോളം കണ്ട് പ്രണയിച്ച് കെട്ടിയതാണ്. അല്ലെങ്കിൽ ഇപ്പം പിള്ളേരൊക്കെ എങ്ങനെയാ, ജീവനുള്ള സ്നേഹിക്കുന്ന ചെക്കന്മാരുണ്ടാവും, എന്നിട്ട് അവരെയൊക്കെ വിട്ടിട്ട് ഇതുപോലത്തെ ഉടായ്പന്മാരെ കാണുമ്പോൾ അവരുടെ പുറകെ പോക്കോളും. പിന്നെന്തിനാണ് ഈ പ്രേമാന്ന് പറഞ്ഞ് എന്റെ പുറകെ കിടന്നത്? ഒരുമിച്ച് ആഹാരമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങിയതാണ്. രാത്രി ആയപ്പോഴത്തേക്ക് ഇവള് ബാഗും കെട്ടും കിടക്കി എടുത്ത് വേറെ ഒരുത്തന്റെ കൂടെ വിളിച്ചോടി പോയി. അവനാണെങ്കിൽ ഒരു ബസ്സിലെ കണ്ടക്ടർ. ബസ്സിലെ പണിക്കാരെല്ലാം നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു, ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. ഞാൻ അറിഞ്ഞത് പോലീസുകാർ പലതവണയും ഇവരെടുത്ത് ചോദിച്ചു, അഖിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ. ഇവിടെ അമ്മയും അച്ഛനും ആ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരും ചോദിച്ചു, അഖിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താ നിന്റെ പ്രശ്നം. ഇവൾക്ക് മനസ്സിൽ കഥയുടെ വിത്ത് പാകിയിട്ട് കുറെ ദിവസമായി, പക്ഷെ അങ്ങോട്ട് മുളക്കുന്നില്ല. മനസ്സിലും പേപ്പറിലും മാത്രം മുളപ്പിച്ചോണ്ടിരുന്നാ മതി. മറുപടി പറയുന്നില്ല. പോലീസ് പിന്നെയും ചോദിച്ചു, ഇപ്പം ഇറങ്ങിപ്പോയേക്കുന്നവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോകത്തേ ഉള്ളൂ, അഖിലിന്റെ കൂടെ തിരിച്ചു പോകാൻ. നിങ്ങൾ കേട്ടില്ല. ഇവിടെ മറുപടി, എനിക്ക് അഖിലിനെ വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി എന്നുള്ളതാണ്. നിന്റെ സമയം ഇപ്പൊ ഏകദേശം ശരിയായി വരുന്നുണ്ട്. ഒന്ന് ആലോചിക്കണം, 3 കൊല്ലം പ്രേമിച്ചവരാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അറേഞ്ച്ഡ് മാരേജ് ആണ്. ആ ഒരു മാരേജിൽ തൃപ്തരല്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. റീൽസ് വഴി ജീവിതം സ്റ്റാർട്ട് ചെയ്തു, കഷ്ടപ്പെട്ട് ഒരു ഫെയിമിലോട്ട് എത്തി, അത് പിന്നെ സിനിമയിലോട്ട് കയറി. ആ സിനിമ ഫ്ലോപ്പായി, അത് വേറെ കാര്യം. അതിന്റെ ഒരു വിഷമം ആ പയ്യന്റെ ലൈഫിലുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയൊരു വിഷമാണ് ഈ നായിന്റെ മോളിപ്പ് കൊടുത്തിട്ട് പോയേക്കുന്നത്. എടാ, പാമ്പ് കടിച്ചു എന്നെ ഇടിവെട്ടി, പഴഞ്ചൊല്ല് തിരിഞ്ഞു പോയി മുതലാളി, ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. ഈ ഒളിച്ചോടുന്നതിന്റെ തലേന്ന് വരെ ഇവളെ കൊണ്ടുപോയി 10,000-8,000 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ സന്തോഷത്തോടെ കളിച്ച് ഇരിച്ച് ആഹാരം കഴിച്ച് കിടന്ന അവളാണ് ഈ പരിപാടി കാണിച്ചത്. നിനക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലോടി. വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം. പിന്നെ ഇവള് പ്രേമിച്ച് ഇറങ്ങിപ്പോയ ബസ് കണ്ടക്ടർ, അവനെ പറ്റി രണ്ട് വാക്ക് പറയണം. അവന്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാ. 10-39 വയസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. ഇതാണ് അവന്റെ ഫോട്ടോ. ഇവന്റെ കൂടെയാണ് ഇവള് ഒളിച്ചോടി പോയത്. ഇത് നമ്മുടെ പെണ്ണ് സുനിയല്ലേ? നാട്ടുകാർക്ക് അവനെ പറ്റി നല്ല അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഇരട്ടപ്പേര് പൂവാലൻ എന്നുള്ള ഇരട്ടപ്പേര് വീണത്. കാട്ടുകോഴി. അങ്ങനെയുള്ള ഒരുത്തന്റെ കൂടാണ് പോയേക്കുന്നത്. അടുത്ത ആഴ്ച ഒറ്റപ്പാലത്ത് പോയി നമ്മൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നൊക്കെ. എന്തിനാ ഒറ്റപ്പാലത്ത് പോണേ? ഇവിടെ രജിസ്റ്റർ ചെയ്താ പോരെ? അതുപോരാ, ഒരു യാത്ര ചെയ്താലേ എനിക്ക് രജിസ്റ്റർ ചെയ്യാൻ ഒരു മൂഡ് വരും. എങ്ങനെ വിശ്വസിക്കൂടെ ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ? എങ്ങനെ വിശ്വസിക്കും? ഒരല്പം ദയ ഇവക്ക് കാണിക്കായിരുന്നല്ലോ. ഇത്രയും നാണക്കേട് വരുമായിരുന്നു. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങി അന്തസ്സായിട്ട് പോകായിരുന്നു. ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു, അവ മല്ലയ്യ കെട്ടുവന്നാ. പെണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ. പൊന്നുമോളെ, ഒരുത്തന്റെ ജീവിതം തോലയ്ക്കുന്ന രീതിയിൽ പാതിരാത്രി ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ നിനക്ക് മാപ്പില്ല. സന്തോഷമായിട്ട് ഇരുന്ന് ചതിച്ചിട്ട് ഇറങ്ങിപ്പോയ നീ എന്ത് ന്യായീകരണമായിട്ട് വന്നു കഴിഞ്ഞാലും നിന്റെ വാക്കിരി കേൾക്കണ്ട അവിടെ ആർക്കും. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജി. ഇതിപ്പോ നോയിക്കോ, വേലിയാടി പശു കോലുകൊണ്ട് ചെയ്യാവുന്നൊരു ചൊല്ലുണ്ട്. അത് നിനക്കൊക്കെ പറ്റാൻ പോകുന്നത് അത് തന്നെ. ഇത് തന്നെ നിനക്കൊക്കെ ഉണ്ടാവാൻ പോകുന്നത്. അവൻ നാളെ നിന്നെ ഊമ്പിച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ പോകും. നീ വഴിയിൽ നിൽക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്റെ മഞ്ഞ ഷർട്ട്, എന്റെ മാല, എന്റെ മുണ്ട്, എന്റെ ട്രൗസർ. ഇവൻ ആരാന്നറിയോടി നിനക്ക്? എന്റെ നടുവെട്ടിയപ്പോ എന്റെ ഭാര്യനെ കൊണ്ട് ഒളിച്ചോടിയ പരതറിയാടി ഇവൻ. ചതി എന്ന് പറയുന്ന സാധനമുണ്ട്. അതിന്റെ ഒരു ടേസ്റ്റ് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകത്തുള്ളൂ. അത് വല്ലാത്തൊരു ടേസ്റ്റ് ആണ്. എനിക്കൊന്നും വേണ്ട, എന്റെ ട്രൗസർ